നമസ്കാരം. ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും ഔദ്യോഗിക ജീവിതകാലം ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും, സങ്കീർണതയുള്ളതായിരിക്കും. പ്രത്യേകിച്ചൊരു ഡോക്ടറുടെ. വിതുര എന്ന മലയോര ഗ്രാമത്തിന് ഒരു മുഖമുണ്ട്. വിതുരയുടെ ചരിത്രം പറയുമ്പോൾ ഡോക്ടർ വി വിജയചന്ദ്രൻ എന്ന പേര് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഇന്ന് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിനു ശേഷം തിരുവനന്തപുരത്ത് അദ്ദേഹം വിശ്രമത്തിലാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ ഡോക്ടർ വിജയേന്ദ്രൻ സാറാണ്. സാർ നമസ്കാരം. അങ്ങ് പതിറ്റാണ്ടുകൾ ആരോഗ്യമേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സൗകര്യം പോലുമില്ലാത്ത ഒരു സമയത്ത് വിതുര പോലെയുള്ള ഒരു മലയോര മേഖലയിൽ അങ്ങ് ഒരുപാട് സേവനം നൽകിയ ഒരാളാണ്. പോകാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർമാർ റൂറൽ ഏരിയയിൽ പോകുന്നില്ല എന്ന് വലിയ പരാതിയായിരുന്നു. അത് എല്ലാ ദിവസവും പത്രത്തിൽ ഓരോരോ കഥകൾ വരും, ഇങ്ങനെ ഡോക്ടറില്ല അവിടെ ആരും പോകണില്ല അങ്ങനെ എന്നൊക്കെ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മാനസികമായിട്ടൊരു തീരുമാനമെടുത്ത് ഒരു റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഹൗസ് സർജൻസി കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ നേരെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. ആ സുഹൃത്തിൻ്റെ പരിചയത്തിലാണ് അവിടെ വന്ന് സെറ്റിൽ ചെയ്യാനും അവിടെ പ്രാക്ടീസ് തുടങ്ങാനും കാരണമായത്. അത് കഴിഞ്ഞതിന് ശേഷമാണ്, 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സർക്കാർ സർവീസിൽ കയറുന്നത്. സർക്കാർ സർവീസിൽ ആയിരുന്നതിന് ശേഷം മുഴുവൻ ഉണ്ടായിരുന്നത്. എത്ര കൊല്ലം താങ്കൾ വിതുര ഹോസ്പിറ്റലല്ല, വിതുരയിൽ ഞാൻ 50 കൊല്ലം 52 വർഷം തുടർച്ചയായിട്ട് വിതുരയിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ 20 വർഷത്തിനകത്തേ വരുള്ളൂ. വിതുര ഹോസ്പിറ്റലിൽ പക്ഷേ ഏതൊരു പലതവണയായിട്ടുണ്ടായിരുന്നു. ഏതൊരു സമയത്തും അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പലപ്പോഴും അങ്ങനെയൊരു വിശ്രമം പോലും ഇല്ലാത്ത രീതിയിൽ അന്ന് പേഷ്യൻസ് ഒക്കെ വരുന്നൊരു സമയമായിരുന്നു വീട്ടിൽ പോലും. എങ്ങനെയാ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നല്ല സമയം, അതൊരു ഔദ്യോഗിക ജീവിതം കഴിഞ്ഞിട്ടുള്ള സമയം പോലും വിശ്രമമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, വിശ്രമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇങ്ങനെ ആളുകളിങ്ങനെ വന്ന് അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമുക്ക് വിശ്രമത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോൾ വന്നാലും നോക്കുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിൽ, കാരണം ഇന്നത്തെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ചും വിതുര പോലുള്ളൊരു സ്ഥലത്തെന്ന് പറയുമ്പോൾ ഇന്നാണ് നമ്മൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും വികസിച്ചത്. അന്നത്തെ കാലത്തൊരു ലാൻഡ് ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ എന്തായിരുന്നു സാർ ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും, മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? പ്രയാസപ്പെട്ടാണ് ആളുകൾ പലരും വരുന്നത് തന്നെ. അവർ പലർക്കും ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ആശുപത്രിയിൽ പോകണമെന്നായിട്ട് വലിയ വിശ്വാസമില്ലാത്ത കൂട്ടത്തിലായിരുന്നു ആളുകൾ. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളൊക്കെ ഡോക്ടറെ അന്വേഷിച്ച് പോയി തുടങ്ങിയതും ആശുപത്രിയിലെ സൗകര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. ഞാൻ വരുമ്പോൾ ആശുപത്രി ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായിരുന്നു, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ലെവലിലുള്ള. അതിപ്പോൾ താലൂക്ക് ആശുപത്രിയായി. താലൂക്ക് ആശുപത്രിയുടെ ഗ്രേഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം വിതുര ആശുപത്രി ഇന്നൊരു താലൂക്ക് ആശുപത്രിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വിതുര സ്വദേശി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, അങ്ങയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം അന്ന് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന കാലത്ത് ഒരു ഡോക്ടറേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2 ഡോക്ടറായി, പിന്നെ 3 ആയി, 4 ആയി, 5 ആയി, ഇപ്പോൾ 12 ഡോക്ടർമാരുടെ എന്നാണ് മനസ്സിലാക്കുന്നത്. അന്നത്തെ കാലം സാങ്കേതിക വിദ്യയൊക്കെ എന്നും ചികിത്സാ രംഗത്ത് വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഫലപ്രദമായ രീതിയിൽ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അങ്ങും മാധ്യമങ്ങളൊക്കെ കാണുന്നതാണ്. എന്താണ് അതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളത് ആശുപത്രിയുടെ മാനേജ്മെൻറ്റ്, ഈ എന്താ അത് മാനേജ്മെൻറ്റിന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് അവിടെ ആവശ്യം, അങ്ങനെയുള്ളതൊക്കെ. എന്നിട്ട് മാനേജ്മെൻറ്റ് വേണം തീരുമാനിക്കേണ്ടത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തിനൊക്കെ കിട്ടും. അന്നത്തെ കാലത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും സങ്കീർണമല്ല, ഈ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പോലും. പക്ഷേ അതിനുശേഷം ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ ഒരു വകുപ്പ് മേധാവിക്ക് പോലും വന്ന് പറയേണ്ട ഒരവസ്ഥ, മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിക്ക് പോലും വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ട ഒരവസ്ഥ, അത് വളരെ പരിതാപകരമല്ലേ? ഒന്ന് ജനസംഖ്യ വർധനവ് തന്നെ. ആളുകളുടെ എണ്ണം വളരെ കൂടി, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി അധികമായി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തത് പിന്നെ മരുന്നുകളുടെ ലഭ്യത. നേരത്തെ കിട്ടുന്ന മരുന്ന് വെച്ച് കിട്ടുന്ന ആൾക്ക് കൊടുക്കാമായിരുന്നു. ഇപ്പോഴ്
എല്ലാവരും ഒരു ആശുപത്രിയിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലെല്ലാം ഉണ്ടെന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ ആ ലെവലിൽ ആശുപത്രിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ജനങ്ങളുടെ ആ എക്സ്പെക്റ്റേഷൻ ആ ലെവലിൽ ആണ്. അപ്പോൾ ആ ലെവലിൽ ഡോക്ടർമാർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. പിന്നെ മെഡിസിൻ്റെ കാര്യം തന്നെ, മെഡിസിനും പണ്ടുണ്ടായിരുന്നത് പോലെ അല്ല. ഇപ്പോൾ പണ്ട് സർക്കാർ ആശുപത്രിയിൽ ഏതെങ്കിലും 3-4 എണ്ണം മരുന്ന് ഗുളിക എന്തെങ്കിലും കാണും, ബാക്കിയൊക്കെ വാങ്ങിക്കാനായിട്ട് എഴുതി കൊടുക്കും. ഇന്നങ്ങനെയല്ല, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് തന്നെ മിക്കവാറും എല്ലാം കൊടുക്കേണ്ടി വരും. അത് പലപ്പോഴും സാധിക്കാറുമില്ല. ആരുടെയും പ്രത്യേകിച്ച് കുറ്റം കൊണ്ടൊന്നുമല്ല, എങ്കിലും സാഹചര്യം അങ്ങനെയാണ്. സാഹചര്യം അനുസരിച്ചുള്ള ഉയർച്ച ഉണ്ടായിട്ടില്ല ഈ ആരോഗ്യ മേഖലയിൽ. മെഡിക്കൽ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾ പോലും പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച കുട്ടികൾ ഇവിടെ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട സേവനം, ഇവിടേക്ക് ആൾക്കാർക്ക് കിട്ടേണ്ട സേവനം നഷ്ടപ്പെടുകയില്ല. അവരോട് എന്താണ് അങ്ങനെ പറയാനുള്ളത്? അങ്ങ് വേണമെങ്കിൽ താങ്കൾക്ക് വലിയ താങ്കൾക്കും പോകാമായിരുന്നു, വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും സെറ്റിൽ ആവാമായിരുന്നു. പക്ഷേ താങ്കളത് ചെയ്തില്ല. ഒരുപാട് പേർക്ക് ആശ്രയമായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നത്. അതല്ലെങ്കിൽ വേറൊരു റൂറൽ ഏരിയയിൽ പോകണമായിരുന്നു. ഇവിടെ തന്നെ ആരും വരാനില്ലാത്തപ്പോൾ പിന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യമുണ്ടായി. പ്രവർത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, ഉപകരണങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ളതുണ്ടായിരുന്നു, സഹപ്രവർത്തകരും അങ്ങനെ തന്നെ. പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാ ബാച്ചിൽ നിന്നും ഒരു മാസം ഇവിടെ പ്രത്യേക ഒരു ട്രെയിനിങ്ങിന് അയക്കുമായിരുന്നു. എല്ലാ ബാച്ചിലുള്ളവരെ ഒരുമിച്ചല്ല, 5-10 പേര് വീതം 1 മാസത്തെ ട്രെയിനിങ് വിതിരയിലാണ് ആയിരുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് യങ് ഡോക്ടേഴ്സ് പഠിച്ചു വരുന്നവർക്ക് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും റൂറൽ ഏരിയയിലെ ബുദ്ധിമുട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടിയത് ആണ് ഏറ്റവും വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. ഇപ്പോഴും അവരെല്ലാവരും ഇപ്പോഴും വരുന്നുണ്ട്. ഓരോ ബാച്ചിൽ നിന്നും 8-10 പേര് വീതം അന്നത്തെ ആ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോഴും സാറുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്നുണ്ട്? ഇല്ല, ഇപ്പോഴും അപൂർവം ചിലരൊക്കെ വയ്ക്കുന്നുണ്ട്, അല്ലാതെ എല്ലാവരും ബന്ധപ്പെടുന്നില്ല. എന്തായാലും വിതിരയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും അങ്ങയുടെ പേര് ഒഴിവാക്കി പറയാൻ കഴിയില്ല. അത് വിതിരയുടെ ഒരു മുഖം തന്നെയായിരുന്നു ഡോക്ടർ ബി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. ഒരു മുഖം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങേക്ക് ഒരുപാട് കാലം ആയുരാരോഗ്യത്തോടെ ഇരിക്കാനുള്ള എല്ലാ പ്രാർത്ഥനകളും. നന്ദി. എല്ലാത്തിനും